120 മിനിറ്റ് കളിച്ചിട്ട് ഒരു ഗോൾ പോലും കണ്ടെത്താൻ കഴിയാതെ ഓരോ കളി കഴിയുമ്പോഴും ടീം മാറുന്നവരുടെ കൂടെ അല്ല ഞങ്ങള്. നെഞ്ചിൽ പിടിച്ച് തള്ളി. എങ്ങനെയെങ്കിലും അങ്ങ് 90 മിനിറ്റ് ആക്കിയാൽ മതി. നാളെ ഉണ്ണി വരും. ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അപ്പൊ ഇന്നലെ കണ്ട എന്താണ് വേൾഡ് കപ്പിന്റെ ഫൈനല്? എന്താ കാര്യം? ഒരു ടീം കളിക്കുക, മറ്റേ ടീം എങ്ങനെയെങ്കിലും അങ്ങ് 90 മിനിറ്റ് ആക്കിയാൽ മതി. അതോ അത് ഞാനല്ല. ഇത്രയും മോശമായൊരു ഫൈനൽ മത്സരം കണ്ടിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എക്സ്ട്രാ ടൈം കിടന്നാൽ മതി എന്ന് മട്ടിൽ നിൽക്കുക. ജയിക്കാനായി ഒരു ടീമെ കളിച്ചുള്ളൂ. അവർ ജയിച്ചു, അവർ കപ്പം കൊണ്ടുപോയി. സ്വാഭാവികം. 120 മിനിറ്റ് കളിച്ചിട്ട് ഒരു ഗോൾ പോലും കണ്ടെത്താൻ കഴിയാതെ പോയതിൽ വലിയ നിരാശയാണ് അർജന്റീനയുടെ ആരാധകർക്ക്. അതെ, തോറ്റുപോയി. തോറ്റാലും അർജന്റീനയോടുള്ള ഇഷ്ടത്തിന് മാറ്റം വരുത്തതില്ല. കഴിഞ്ഞോ? ഒപ്പം കൂടിയവരല്ല. ഓരോ കളി കഴിയുമ്പോഴും ടീം മാറുന്നവരുടെ കൂടെ അല്ല ഞങ്ങള്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ആദ്യം മുതലേ ഞങ്ങൾ അർജന്റീനയുടെ കൂടെയാണ്. അർജന്റീന തോറ്റ ഷോക്കില ഇയാളുടെ സമനില തെറ്റിയത്. ആ തോൽവി ടിവിയുടെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇദ്ദേഹം ഇത് റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അർജന്റീന തോറ്റുപോയാലും അർജന്റീനയുടെ കൂടെ തന്നെയാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. നിങ്ങൾ കണ്ടില്ലേ, അവസാന നിമിഷവും അർജന്റീനക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിൽ അർജന്റീന കളിച്ചു. പക്ഷെ ഞങ്ങൾ ജയിച്ചില്ല. എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് കരയണം. അതെ, പക്ഷേ സ്പെയിൻ ജയിച്ചതിൽ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? മത്സരം ഓൺലി സ്പെയിൻ, ഓൺലി വൺ ടീം. മാച്ചിൽ കളിച്ചത് സ്പെയിൻ മാത്രമാണ്. അർജന്റീന വെറും കാഴ്ചക്കാരായിരുന്നു. ഗോള് ടച്ച് ചെയ്യാൻ പോലും പലപ്പോഴും കിട്ടിയിട്ടില്ല. ഇല്ല, കിട്ടൂല. ഭയങ്കര കനത്ത തോൽവിയ. എന്റെ അമ്മയെ നാട്ടിച്ച്. നല്ല കളി കളിച്ചിട്ട് നമ്മള് ജയിക്കില്ലേനോ? സത്യസന്ധനായ കള്ളൻ. തോൽവി എന്ന് പറഞ്ഞാല് മത്സരത്തിന്റെ ആദ്യ ഘട്ടം മുതലേ അർജന്റീന എന്താ പറയാ മോശം പ്രകടനം കാഴ്ചവെച്ച്. അപ്പൊ സ്പെയിൻ അറിയിച്ച വിജയ അത്രേ ഉള്ളൂ. കൂട്ടിലിരിക്കും പുണ്യാള കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ. നെക്സ്റ്റ് സമയം ശക്തമായി തിരിച്ചേറ്റ ടീം. നടക്കണ കാര്യമല്ല പറയടാ. അർജന്റീന ടീമിൽ ഏറ്റവും കൂടുതൽ തവണ ബോൾ തൊട്ടത് എമിലിയാനോ മാർട്ടിനസ് തോന്നുന്നല്ലേ? ആ, തീർച്ചയായും തീർച്ചയായും നമ്മള് മാറി പറയേണ്ട ആവശ്യം എന്താ? ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രതികാരണ കേട്ടോ. അങ്ങനെയായിരുന്നു. ഗോളിയായിരുന്നു ഏറ്റവും കൂടുതൽ അർജന്റീന കളി കളിച്ചത്. ഫൈനലിലെ അർജന്റീൻ താരങ്ങളുടെ പെരുമാറ്റത്തിനെതിരെ പരക്കെ വിമർശനം. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഫൈനൽ വിസിലിന് ശേഷവും സ്പാനിഷ് ടീം അംഗങ്ങളുമായി അർജന്റീന താരങ്ങൾ കൊമ്പുകോർത്തു. സ്പെയിൻ കിരീടം ഉയർത്തുമ്പോൾ അർജന്റീനയുടെ കളിക്കാർ പുറംതിരിഞ്ഞ് നിന്നാണ് രോഷം പ്രകടിപ്പിച്ചത്. മാത്രമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിലും വട്ടപൂജ്യമായിരുന്നു ഫൈനലിലെ അർജന്റീന. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. കളി കഴിഞ്ഞതും സ്പാനിഷ് സംഘവുമായി അർജന്റീനിയൻ താരങ്ങൾ കൊമ്പുകോർത്തു. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നെഞ്ചിൽ പിടിച്ച് തള്ളി. അതാണപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നല്ല വേദന, നല്ല സുഖം. പിന്നാലെ ഒട്ടാമെന്റി എത്തി റോഡ്രിയോട് കയർത്തു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. നിന്റെ കരച്ചിൽ ഇനിയും കഴിഞ്ഞില്ല എന്നായിരുന്നു ഒട്ടാമെന്റിയുടെ പരിഹാസ ചോദ്യം. പട്ടി തെണ്ടി ചെറ്റെ, ഞാൻ രാജാവാണെന്ന് ഓർക്കൂല. നീയൊക്കെ പഠിച്ചോവറായി. ഇനി തമ്മിൽ കാണുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഞാൻ പോകുന്നു. ബൈ ബൈ.